ഹായ് ഓൾ, നമുക്ക് ബോൺ സ്ട്രെസ് എന്താണെന്നുള്ളത് നോക്കാം. ബോൺ സ്ട്രെസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോ സഫിക്സ് ബി ഡി എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ബോൺ സ്ട്രെസ് ടോ ബി ഡി ഈസ് എ ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് അലോങ് ദ കോണ്ടാക്ട് സർഫസ് ബിറ്റ്വീൻ ദ റീൻഫോഴ്സിംഗ് സ്റ്റീൽ ആൻഡ് ദ സറൗണ്ടിങ് കോൺക്രീറ്റ് വിച്ച് പ്രിവെൻറ്റ്സ് ദ ബാർ ഫ്രം സ്ലിപ്പിംഗ് ഔട്ട് ഓഫ് കോൺക്രീറ്റ്. ഇപ്പം ബോൺ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോ ബി ഡി എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. അതെവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീൻഫോഴ്സിംഗ് സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെയും കോണ്ടാക്ട് സർഫസിലാണ്. ഓക്കെ, അതായത് അത് തമ്മിലൊരു ബോണ്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ പ്രോപ്പർ ബോണ്ടിങ് ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും ആ കോണ്ടാക്ട് സർഫസിൽ അത് തമ്മിൽ ടച്ച് ആവുന്ന ആ ഒരു പോർഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ് ബോൺ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ബോൺ സ്ട്രെസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാർ സ്ലിപ്പായി പോകുന്നതിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം ടെൻസൈൽ ഫോഴ്സാണ് ആ ഒരു പോർഷനിൽ വരുന്നതെങ്കിൽ അത് ഇപ്പം ആ ടെൻസൈൽ ഫോഴ്സിനനുസരിച്ചിട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ ബാർ നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് സർഫേഴ്സും തമ്മിൽ പ്രോപ്പറായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനെ ആ ഒരു പൊസിഷനിൽ നിർത്തുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ ബോൺ സ്ട്രെസ് ആണ്. ഓക്കെ, ആ ഫോഴ്സിനെതിരെ ഈ ബോൺ സ്ട്രെസ് അതിൻ്റെ സർഫസിൽ, ബോൺ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇതിൻ്റെ സർഫസിൽ, അതായത് ഈ കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിനെതിരെ അത് പ്രവർത്തിക്കും, ഈ ഫോഴ്സ് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ സ്ട്രെസ് ആക്ട് ചെയ്യും, അതിനെ ആ ഒരു പൊസിഷനിൽ നിർത്തും. ഓക്കെ, ആങ്കറേജ് ബോണ്ട്. For understanding the concept of bond and development length, let us consider a steel bar embedded in concrete as shown in figure. ഇപ്പോൾ ഈ ആങ്കറേജ് ബോണ്ട് എന്താണെന്നുള്ളത് നോക്കാം. ആങ്കറേജ് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്ന ടേം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നോക്കാം. അപ്പം ഈ ബോണ്ടും ഈ ആങ്കറേജ് ബോണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ ബാർ കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് എംബഡഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ കാണുന്ന ആ ടി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു റീൻഫോഴ്സിങ് സ്റ്റീലിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ബാറിലേക്കാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് ഇൻസേർട്ടായി നിൽക്കുന്ന ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എൽ ഡി ആണ്, എൽ സഫിക്സ് ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു റീൻഫോഴ്സിങ് സ്റ്റീലിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരാതെ നിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന, അതായത് കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും ആ കോണ്ടാക്ട് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ്, അതായത് ബോൺ സ്ട്രെസ് ആണ്. ഈ ടെൻസൈൽ ഫോഴ്സ് ഇതിനെ പുറത്തേക്ക് വലിക്കുന്ന സമയത്ത് അതിൽ ഈ കോണ്ടാക്ട് സർഫസിലുള്ള ബോൺ സ്ട്രെസ് എന്ത് ചെയ്യും, അതിനെ അവിടെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അത് പുറത്തേക്ക് വരാതെ റെസിസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് എന്തൊക്കെ ക്ലിയർ ഒരു കോൺക്രീറ്റ് പോർഷൻ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൻ്റെ അകത്തേക്ക് ഒരു റീൻഫോഴ്സിങ് സ്റ്റീൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റീൽ ബാർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റീൽ ബാറിലേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്ന ടെൻസൈൽ ആയിട്ടുള്ള ഫോഴ്സാണ്. അതിന് നമുക്ക് ടി എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ആ ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് പോവാതെ, അതായത് ഈ ബാർ പുൾ ഔട്ട് ചെയ്യാതെ നിൽക്കുന്നത്, സ്ലിപ്പായിട്ട് പുറത്തേക്ക് വരാതെ നിൽക്കുന്നത് ഈ സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെയും സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ബോൺ സ്ട്രെസ് മുഖേനയാണ്. ഓക്കെ, ഈ സ്റ്റീൽ ബാർ ഈ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ അകത്തേക്ക് കയറി നിൽക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ സഫിക്സ് ഡി എന്നുള്ളതാണ്. ഓക്കെ, ദ ബാർ ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ഫോഴ്സ് ടി. ഡ്യൂ ടു ദിസ് ടെൻസൈൽ ഫോഴ്സ് ദ സ്റ്റീൽ ബാർ വിൽ ടെൻഡ് ടു കം ഔട്ട് ആൻഡ് സ്ലിപ്പ് ഔട്ട് ഓഫ് കോൺക്രീറ്റ്. This tendency of slipping is resisted by the bond stress developed over the surface of the bar. അപ്പം ഈ ബാറിൽ ടെൻസൈൽ ഫോഴ്സ് ടി ആക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഈ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് കൊണ്ട് ഈ ബാറിനൊരു ടെൻഡൻസി ഉണ്ട്, അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, സ്ലിപ്പായിട്ട് കോൺക്രീറ്റിൽ നിന്ന് സ്ലിപ്പായിട്ട് പുറത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ ടെൻസൈൽ ഫോഴ്സ് മുഖേന. എന്നാൽ ആ ഒരു ടെൻഡൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ആ കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ബോൺ സ്ട്രെസ് ആണ്. ഹിയർ ദ ബോൺ സ്ട്രെസ് ടോ ബി ഡി ഈസ് നോൺ ആസ് ആങ്കറേജ് ബോൺ സ്ട്രെസ്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നമ്മൾ വരച്ച ഫിഗർ പ്രകാരം ഇവിടെ പറയുന്ന ബോൺ സ്ട്രെസ് എന്നുള്ളത് ആങ്കറേജ് ബോൺ സ്ട്രെസ് ആണ്. ആങ്കറേജ് ബോൺ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കറേജസിൽ ഡെവലപ്പ് ചെയ്യുന്ന
സ്ട്രെസ്. ആങ്കറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിന്നെ ഡിസൈനൊക്കെ ചെയ്തിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഡിസ്റ്റൻസ് വരെയാണോ ശരിക്കും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് ആ ഡിസ്റ്റൻസിൽ കൊടുത്തിട്ട് നമ്മൾ അഡീഷണലി കുറച്ചും കൂടി കൂടുതൽ നീട്ടിയിടും. ഓക്കെ, എവിടം വരെയാണോ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ടത് നമ്മൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി നീട്ടി അപ്പോൾ ആവശ്യമുള്ളതിനേക്കാളും കുറച്ചും കൂടി കൂടുതലിടും. അല്ലെങ്കിൽ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, എക്സ്ട്രാ ലെങ്ത്തിൽ ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ആങ്കറേജ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഓക്കെ, അല്ലെങ്കിൽ സ്ലിപ്പ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്ന ലെങ്ത്താണ് ആങ്കറേജ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബോൺ സ്ട്രെസ് ഇവിടെ ആങ്കറേജ് ലെങ്ത്തിൽ അല്ലെങ്കിൽ ഈ ബാറിൻ്റെ എൻഡിലേക്ക്, അതായത് ഇപ്പോൾ ഒരു ബാർ കട്ട് ചെയ്തിട്ടുണ്ട്, ബാറിൻ്റെ എൻഡിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയൊക്കെ ആങ്കറേജ് ബോൺ സ്ട്രെസ് എന്നാണ് പറയുക. ഇപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ബാറിൻ്റെ എൻഡാണ് അവിടെ അല്ലേ, ആ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോൺക്രീറ്റ് പോർഷൻ്റെ അകത്തേക്ക്. അപ്പോൾ ആ ബാറിന് എൻഡ് ഉണ്ട്, ആ എൻഡ് പോർഷനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്ട്രെസ്സാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ, അതായത് ആങ്കറേജിൻ്റെ ലെങ്ത്തിലും അതുപോലെ തന്നെ ബാർ കട്ട് ചെയ്തിട്ടുള്ള ആ കട്ട് പോർഷനിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ബോൺ സ്ട്രെസ്സിന് ആങ്കറേജ് ബോൺ സ്ട്രെസ് എന്നാണ് നമ്മൾ പറയാം. ഹിയർ ദ ബോൺ സ്ട്രെസ് TOBD ഈസ് നോൺ ആസ് ആങ്കറേജ് ബോൺ സ്ട്രെസ് വിച്ച് അറൈസസ് ഓവർ ദ ലെങ്ത് ഓഫ് ആങ്കറേജ് പ്രൊവൈഡഡ് ഫോർ എ ബാർ ഓർ അറ്റ് ദ എൻഡ് ഓർ കട്ട് ഓഫ് പോയിന്റ് ഓഫ് എ റീഇൻഫോഴ്സിംഗ് ബാർ. അപ്പം എൻഡിലോ അല്ലെങ്കിൽ കട്ട് ഓഫ് പോയിന്റിലോ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, ഇത് നമ്മുടെ എൻഡാണ് അല്ലേ, എൻഡ് പോർഷനാണ്. നമ്മൾ ഈ ഫിഗർ കണ്ട പ്രകാരം ഈ ബാറിൻ്റെ എൻഡ് പോർഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ എൻഡ് പോർഷനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് ആങ്കറേജ് ബോൺ സ്ട്രെസ്. അല്ലെങ്കിൽ നമ്മളിപ്പം സ്ലിപ്പ് ആവാതിരിക്കാൻ, ഇപ്പോൾ നോർമലി ആവശ്യമുള്ളതിനേക്കാളും അഡീഷണലി നമ്മൾ എന്ത് ചെയ്യും, സ്ലിപ്പ് ആവാതിരിക്കാൻ ബാറിൻ്റെ എൻഡിലേക്ക് കുറച്ച് അഡീഷണൽ ഡിസ്റ്റൻസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ അഡീഷണൽ ഡിസ്റ്റൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അഡീഷണൽ ലെങ്ത് കൊടുക്കുന്നതിനാണ് ആങ്കറേജ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ആങ്കറേജ് ലെങ്ത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ബോൺ സ്ട്രെസ്. ഓക്കെ, അല്ലെങ്കിൽ ആ കട്ട് ഓഫ് പോയിന്റിൽ അല്ലെങ്കിൽ ആ ബാറിൻ്റെ എൻഡിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് ആങ്കറേജ് ബോൺ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ആങ്കറേജ് ബോൺ റെസിസ്റ്റ് ദ പുള്ളിങ് ഔട്ട് ഓഫ് ബാർ. അപ്പോൾ ഈ ആങ്കറേജ് ബോൺ എന്ത് ചെയ്യും, ഈ ബാറ് പുറത്തേക്ക് വരുന്നതിനെ റെസിസ്റ്റ് ചെയ്യും, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടെൻഷൻ ആണെങ്കിൽ. അല്ലെങ്കിൽ പുഷിങ് ഇൻ ഓഫ് ദ ബാർ ഇഫ് ഇറ്റ് ഈസ് ഇൻ കംപ്രഷൻ. ഇപ്പം കംപ്രസീവ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുമെങ്കിൽ ബാറ് അകത്തേക്ക് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ബാറിൻ്റെ എൻഡിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന, എൻഡ് പോർഷനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ബോൺ സ്ട്രെസ്സാണ് ആങ്കറേജ് ബോൺ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടു അവോയ്ഡ് സ്ലിപ്പിംഗ്, നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. To avoid slipping, T should be less than or equal to TOBD into pi into phi into LD. ഓക്കെ, ഇത് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ T എന്ന് പറയുന്ന ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഇത് സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ TOBD മുഖേന ഡെവലപ്പ് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, ഈ ടീനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ ടീനേക്കാളും ഗ്രേറ്ററോ ആയിരിക്കണം അല്ലെ. ഈ TOBD മുഖേന ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ കോൺക്രീറ്റിൻ്റെയും സ്റ്റീലിൻ്റെയും ആ കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ ടെൻഷനെതിരെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ ടീക്ക് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആയിരിക്കണം. അപ്പോൾ ഈ TOBD മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, TOBD എന്ന് പറയുന്ന സ്ട്രെസ്സാണ് അല്ലേ, ഇൻറ്റു ഏരിയ ചെയ്യണം. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എന്താ, TOBD ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയ എന്താ, TOBD ഇതിൻ്റെ സർഫസിലാണ്, കോണ്ടാക്ട് സർഫസിലാണ്. ഇപ്പം റൗണ്ട് ആയിട്ടുള്ള ബാർ ആയിരിക്കും ഇത്. അപ്പോൾ റൗണ്ട് ആയിട്ടുള്ള ബാറിന് ചുറ്റും കോൺക്രീറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ കോണ്ടാക്ട് സർഫസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇതിൻ്റെ നമുക്ക് സർക്കംഫറൻസ് എടുക്കാൻ പറ്റും. സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, സർക്കംഫറൻസ് 2πr അല്ലെങ്കിൽ πd എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം, π into d അല്ലേ. ഇപ്പം ബാറിൻ്റെ ഡയമീറ്റർ ഇവിടെ 5 ആണെന്ന് വിചാരിച്ചോ, 5. ഓക്കെ, 5 ആണെങ്കിൽ ഇതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, π into 5 ആയിരിക്കും അല്ലേ, സർക്കംഫറൻസ് ആയി. ഇനി ഇത് കോണ്ടാക്ട് സർഫസിൽ വരുന്ന, അതായത് ചുറ്റും സർക്കംഫറൻസ് മാത്രമേ, ആ ചുറ്റളവ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കോൺക്രീറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന പോർഷൻ എന്ന് പറയുന്ന ആ സർക്കംഫറൻസ് LD എന്ന് പറയുന്ന ലെങ്ത്തിലും കോണ്ടാക്ട് വരുന്നുണ്ട് അല്ലേ. LD എന്ന് പറയുന്ന ഫുൾ ലെങ്ത്തിലും ആ ബാർ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സർക്കംഫറൻസ് ഈ കോൺക്രീറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. ഓക്കെ, ആ സർഫസിലൊക്കെ നമുക്ക് ഈ ബോൺ സ്ട്രെസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബോൺ സ്ട്രെസ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്ന TOBD into π into phi, സർക്കംഫറൻസ് ഇൻറ്റു
ഈ ലെങ്ത് എൽ ഡി ചെയ്യണം. എൽ ഡി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ടോ ബി ഡി മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ടീനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം ഈ ടോ ബി ഡി മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടു അവോയ്ഡ് സ്ലിപ്പിംഗ് ടി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ടി ലെസ് ആയിരിക്കണം, അല്ലെങ്കിൽ ടോ ബി ഡി മുഖേന ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കണം. ഓക്കെ, ടി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ ബി ഡി ഇൻറ്റു പൈ ഇൻറ്റു ഫൈ ഇൻറ്റു എൽ ഡി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തോളൂ. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഫൈ ഇൻറ്റു എൽ ഡി. ആ സർഫസ് ഏരിയ, അതായത് ആ ബോൺ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ആ ഒരു സർഫസ് ഏരിയ എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു, നമുക്ക് വേറെ രീതിയിൽ ടി എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ടി ഈസ് ഈക്വൽ ടു 0.87 FI ഇൻറ്റു π/4 ഇൻറ്റു ഫൈ സ്ക്വയർ. ഓക്കെ, ടെൻസൈൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം 0.87 FI ഇൻറ്റു π/4 ഇൻറ്റു ഫൈ സ്ക്വയർ ആണ്. 0.87 FI എന്ന് പറയുന്നത് എന്താ, ആ ഒരു സ്റ്റീലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ് ആണ്. ഇപ്പോൾ FI എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണെങ്കിൽ നമ്മളത് ഫുള്ളായിട്ട് ആ സ്ട്രെസ് എടുക്കില്ലല്ലോ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഫുൾ സ്ട്രെസ് അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എടുക്കില്ല. അതിന് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്തിട്ട് 0.87 FI ആണ് വരുന്നത്. 0.87 FI എന്ന് പറയുന്നത് ആ സ്റ്റീലിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സാണ് അല്ലേ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് അലോ ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 0.87 FI എന്ന് പറയുന്നത് ആ സ്റ്റീലിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് ഇൻറ്റു π/4 ഇൻറ്റു ഫൈ സ്ക്വയർ. അപ്പോൾ π/4 ഇൻറ്റു ഫൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ബാറിൻ്റെ ഡയമീറ്റർ 5 ആണെങ്കിൽ, ഓക്കെ, ബാറിൻ്റെ ഡയമീറ്റർ 5 ആണെങ്കിൽ അവിടെ വരുന്ന ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഫൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ ആണത്. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ഈ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ വരുന്ന ടി ആയിരിക്കും അല്ലേ. ടി എന്ന് പറയുന്നത് ആ മാക്സിമം ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ടി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഈസ് ഈക്വൽ ടു, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടെൻസൈലാണ്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ടി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ അല്ലേ. സിൻസ് ടി ഈസ് ഈക്വൽ ടു 0.87 FI ഇൻറ്റു ഏരിയ. ടി എന്ന് പറയുന്നത് 0.87 FI ഇൻറ്റു ഏരിയ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ടു അവോയ്ഡ് സ്ലിപ്പിംഗ് ടി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ ബി ഡി ഇൻറ്റു പൈ ഇൻറ്റു ഫൈ ഇൻറ്റു എൽ ഡി. ഇനി ടി എന്താണെന്നുള്ളത്, അവിടെ ആക്ട് ചെയ്യുന്ന ടീൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് 0.87 FI ഇൻറ്റു π/4 ഇൻറ്റു ഫൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ടി ഇൻ ഇക്വേഷൻ 1, 0.87 FI ഇൻറ്റു π/4 ഇൻറ്റു ഫൈ സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോ ബി ഡി ഇൻറ്റു പൈ ഇൻറ്റു ഫൈ ഇൻറ്റു എൽ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ടീൻ്റെ സ്ഥാനത്ത് 0.87 FI ഇൻറ്റു π/4 ഇൻറ്റു ഫൈ സ്ക്വയർ എന്ന് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ആ എൽ ഡി എന്ന് പറയുന്ന ലെങ്ത്ത് എടുക്കുകയാണ് ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന്. അപ്പോൾ എൽ ഡി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേമൊക്കെ ടോ ബി ഡി അപ്പുറത്തെ സൈഡിലേക്ക് വരും. അതേപോലെ ഈ ഇക്വേഷനിൽ പൈയും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് അല്ലേ. പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഒരു സൈഡിൽ പൈ സ്ക്വയറും ഒരു സൈഡിൽ പൈയും ആണുള്ളത്. അപ്പോൾ ആ പൈ സ്ക്വയറിൻ്റെ അവിടെ നിന്ന് ആ സ്ക്വയർ കട്ടായി പോകും, ഫൈ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എൽ ഡി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ 0.87 FI, പൈ കട്ടായി പോയി, ഫൈ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഫൈ വരും. അപ്പോൾ 0.87 FI ഇൻറ്റു ഫൈ ടോപ്പിൽ വരും, ഡിവൈഡഡ് ബൈ 4 അവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെയുള്ള ടോ ബി ഡി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ താഴോട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എൽ ഡി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.87 FI ഇൻറ്റു ഫൈ ഡിവൈഡ് ബൈ 4 ഇൻറ്റു ടോ ബി ഡി എന്ന് പറഞ്ഞു കിട്ടും. അതായത് ആ ബാർ സ്ലിപ്പായി പോവാതിരിക്കാൻ, ഈ കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് നിർത്തേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പ്രകാരമുള്ളതിനേക്കാളും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ബാർ എന്ത് ചെയ്യും, സ്ലിപ്പായി പോകുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള എൽ ഡി എന്ന് പറയുന്നത് ആ ലെങ്ത്ത്, അതായത് കോൺക്രീറ്റിനകത്തേക്ക് എംബഡഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലെങ്ത്ത് ഒരു കാരണവശാലും ഇവിടെ വന്നിട്ടുള്ള ആ വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. എൽ ഡി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.87 FI ഇൻറ്റു 5 ഡിവൈഡ് ബൈ 4 ഇൻറ്റു ടോ ബി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഓക്കെ, വേർ എൽ ഡി ഈസ് ഈക്വൽ ടു എംബഡഡ് ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ, FI ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റീൽ ബാർ, ടോ ബി ഡി ഈസ് ഈക്വൽ ടു ഡിസൈൻ ബോൺ സ്ട്രെസ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ആംഗ്രേജ് ബോൺ സ്ട്രെസ് ആണ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, ഫൈ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ ബാർ. ഓക്കെ, ഈ കേസിൽ ബോൺ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ആംഗ്രേജ് ബോൺ സ്ട്രെസ് ആണ്. ഓക്കെ, ഫൈ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ ബാർ. ഓക്കെ, ഈ ടേംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എൽ ഡി ഈസ് കോൾഡ് ആസ് ദ ഡെവലപ്മെൻറ്റ് ലെങ്ത്, അതായത്
ഈ കോൺക്രീറ്റിനകത്തേക്ക് എംബഡഡ് ചെയ്ത് നിർത്തേണ്ട ആ ലെങ്ത്തിന് പറയുന്ന പേര്, അല്ലെങ്കിൽ എംബഡഡ് ചെയ്ത് നിൽക്കുന്ന ആ ലെങ്ത്തിന് പറയുന്ന പേരാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ബാർ വിച്ച് മസ്റ്റ് ബി എംബഡഡ് ഇൻ കോൺക്രീറ്റ് ബിയോണ്ട് എനി സെക്ഷൻ ടു ഡെവലപ്പ് ഇറ്റ്സ് ഫുൾ സ്ട്രെങ്ത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ദ ബാർ വിച്ച് മസ്റ്റ് ബി എംബഡഡ് ഇൻ കോൺക്രീറ്റ്. അതായത് നമുക്കിപ്പം കിട്ടി എൽ ഡി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന്. അതായത് ആ ഇക്വേഷൻ പ്രകാരം പറയുന്ന ലെങ്ത്തിനേക്കാളും ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ കോൺക്രീറ്റിൻ്റെ അടുത്ത് ഇത് സ്ലിപ്പ് ആവാതിരിക്കാൻ എംബഡഡ് ചെയ്ത് നിർത്തേണ്ട മിനിമം ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. ഓക്കെ, എൽ ഡി ഈസ് കോൾഡ് ആസ് ദ ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഇറ്റ് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ബാർ വിച്ച് മസ്റ്റ് ബി എംബഡഡ് ഇൻ കോൺക്രീറ്റ് ബിയോണ്ട് എനി സെക്ഷൻ ടു ഡെവലപ്പ് ഇറ്റ്സ് ഫുൾ സ്ട്രെങ്ത്. അപ്പം ഫുൾ സ്ട്രെങ്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ എവിടം വരെയാണോ ആവശ്യം, ശരിക്കും ആ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് ഡിസ്റ്റൻസ് വരെയാണോ ആ ഡിസ്റ്റൻസ് വരെ നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് ആവാതിരിക്കാൻ കോൺക്രീറ്റിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസും കൂടി ഇൻസേർട്ട് ചെയ്ത് നിർത്തണം, കൂടുതൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട, ഇൻസേർട്ട് ചെയ്ത് നിർത്തേണ്ട, അഡീഷണലി ഇൻസേർട്ട് ചെയ്ത് നിർത്തേണ്ട ആ ലെങ്ത്താണ്, ആ മിനിമം ലെങ്ത്താണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് മസ്റ്റ് ബി എംബഡ് ഇൻ കോൺക്രീറ്റ് ബിയോണ്ട് എനി സെക്ഷൻ. ഏത് സെക്ഷനാണോ ആ സെക്ഷൻ്റെ അപ്പുറത്തേക്ക് എത്ര കൂടെ ലെങ്ത്ത് നമ്മൾ അഡീഷണലി കൊടുക്കണം, എന്തിനു വേണ്ടിയിട്ട്? ആ ഫുൾ സ്ട്രെങ്ത്ത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ പേർപ്പസിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഇപ്പം ബീമാണെങ്കിൽ ആ ബീമിൽ ഫുൾ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താവും ഈ റീഇൻഫോഴ്സിങ് സ്റ്റീൽ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എവിടം വരെയാണോ റീഇൻഫോഴ്സിങ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് ചെക്ക് ചെയ്യണം. അതായത് മിനിമം ലെങ്ത്ത് ഈ കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് ആ സെക്ഷന് ബിയോണ്ട് ആയിട്ട് എത്ര വേണം, അല്ലെങ്കിൽ ഇത് ഓക്കെ ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ ലെങ്ത്തും കൂടിയും കൊടുത്താൽ മാത്രമേ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബീം സേഫായിട്ട് നിൽക്കുള്ളൂ, സ്ലിപ്പ് ആവാതെ നിൽക്കുള്ളൂ. ഓക്കെ, this is called as development length in case of flexural tension or flexural compression and anchorage length in case of axial tension or axial compression. ഓക്കെ, അപ്പം ഫ്ലെക്ചർ വരുന്ന കേസ്, അതായത് ബെൻഡിങ് വരുന്ന കേസ്, ബെൻഡിങ് മുഖേന ടെൻഷനും കംപ്രഷനും വരുന്ന കേസിൽ ഈ ലെങ്ത്തിന് പറയുന്ന ഡെവലപ്മെൻറ്റ് ലെങ്ത് തന്നെയാണ്. എന്നാൽ ആങ്കറേജ് ലെങ്ത് എന്ന് ഇത് പറയും എവിടെയാണെന്ന് വെച്ചാൽ ആക്സിയൽ ടെൻഷനും ആക്സിയൽ കംപ്രഷനും വരുന്ന കേസിൽ ആങ്കറേജ് ലെങ്ത് എന്നും ഇതിന് പറയാറുണ്ട്. ഓക്കെ, രണ്ട് കേസിൽ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ലെങ്ത് യൂസ് ചെയ്യാം, എന്നാൽ ഇതിന് ആങ്കറേജ് ലെങ്ത് എന്നും പറയാറുണ്ട്. എവിടെ? ആക്സിയൽ ടെൻഷൻ ഓർ ആക്സിയൽ കംപ്രഷൻ വരുന്ന കേസ്. ഇവിടെ ആക്സിയൽ, ഇപ്പോൾ നമ്മൾ വരച്ച ഫിഗർ പ്രകാരം ഇവിടെ ആക്സിയൽ ടെൻഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്, അല്ലേ? ആ ബാറിൽ ഡയറക്റ്റായിട്ട് ആക്സിയൽ ടെൻഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ കേസിൽ അതിന് ആങ്കറേജ് ലെങ്ത് എന്നുള്ളത് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയാം. ഇപ്പോൾ നോർമലി ഫ്ലെക്ചർ ബെൻഡിങ് മുഖേന വരുന്നതിന് നമ്മൾ കംപ്രഷനോ അല്ലെങ്കിൽ ടെൻഷനോ ബെൻഡിങ് മുഖേന വരുന്നതിന് നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്നാണ് പറയാം. ഓക്കെ, ആസ് പെർ കോഡ് IS 456/2000 ഡെവലപ്മെൻറ്റ് ലെങ്ത് ഈസ് ഗിവൺ ഇൻ ക്ലോസ് 26.2. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെ കുറിച്ച് കോഡിൽ പറയുന്നുണ്ട് 26.2-ൽ. അപ്പം അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം ആ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത്, അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ കോഡിൽ എന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലോസ് 26.2.1 കോഡിൽ പേജ് നമ്പർ 42 ഉള്ള കാര്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഡെവലപ്മെൻറ്റ് ലെങ്ത് ഓഫ് ബാർസ്. ദ ഡെവലപ്മെൻറ്റ് ലെങ്ത് LD ഈസ് ഗിവൺ ബൈ, ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷനാണ് LD ഈസ് ഈക്വൽ ടു 5 × σs ഡിവൈഡ് ബൈ 4 × tau BD. അതായത് നമ്മൾ ഡിറൈവ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണിത്. നമുക്ക് LD ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തില്ലേ, ആ സെയിം ഇക്വേഷനാണിത്. ഇവിടെ നമ്മൾ 0.87 നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ 0.87 FI × 5 ഡിവൈഡ് ബൈ 4 × tau BD എന്നാണ്. ഇവിടെ σs എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ ബാർ അറ്റ് ദ സെക്ഷൻ കൺസിഡേർഡ് അറ്റ് ഡിസൈൻ ലോഡ് എന്നുള്ളതാണ്. അപ്പോൾ σs എന്ന് പറയുന്ന സ്ട്രെസ് ഇൻ ബാർ ആണ്. അപ്പോൾ ബാറിൽ അലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് 0.87 FI ആണ്. ഓക്കെ, അപ്പോൾ 0.87 FI × 5 ഡിവൈഡ് ബൈ 4 × tau BD നമ്മൾ ഡിറൈവ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ കോഡിലും എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ LD ഈസ് ഈക്വൽ ടു 5 × σs ഡിവൈഡ് ബൈ 4 × tau BD, വെയർ 5 ഈസ് ഈക്വൽ ടു നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബാർ. ആ ബാറിൻ്റെ ഡയമീറ്ററാണ് 5 എന്ന് പറയുന്നത്. σs എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്ട്രെസ് ഇൻ ബാർ അറ്റ് ദ സെക്ഷൻ കൺസിഡേർഡ് അറ്റ് ഡിസൈൻ ലോഡ്. ഓക്കെ, tau BD ഈസ് ഈക്വൽ ടു ഡിസൈൻ ബോൺ സ്ട്രെസ് ഗിവൺ ഇൻ 26.2.1.1. tau BD എന്ന് പറയുന്നത് ഡിസൈൻ ബോൺ സ്ട്രെസ് ആണ്. ഓക്കെ, ആ ബോണ്ട്, ആ കോൺക്രീറ്റും സ്റ്റീലും ഉള്ള ആ പോർഷനിൽ ഡെവലപ്പ് ചെയ്യാവുന്ന ബോൺ സ്ട്രെസ് ആണ് tau BD എന്ന് പറയുന്ന ടേം.
ഓക്കെ, അത് 26.2.1.1 പറയുന്നുണ്ട്. നമുക്കതിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ സിഗ്മ എസ് നമ്മൾ എന്താ എടുക്കുന്നത്, ആ സ്റ്റീലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, FY ആണ് ഇപ്പം കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ FY ആണ് സ്റ്റീലിൻ്റെ ഗ്രേഡ് വരുന്നതെങ്കിൽ ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.87 FY ആണ് നമ്മളിവിടെ സ്ട്രെസ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ LD = 0.87 FY × 5 / 4 × tau PD ആസ് നമ്മൾ ഡിറൈവ് ചെയ്തതുപോലെ. ഇനി ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഇൻക്ലൂഡ്സ് ആങ്കറേജ് വാല്യൂസ് ഓഫ് ഹൂക്സ് ഇൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൽ ആങ്കറേജ് വാല്യൂസും, അതായത് ആ ഹുക്കിൻ്റെ ആങ്കറേജ് വാല്യൂയും നമ്മൾ ആഡ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളതാണ്. അതായത് ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഹുക്കായിട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് നമ്മൾ അഡീഷണലി കൊടുക്കുന്ന ലെങ്ത് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പം ഹൂക്കായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആ ലെങ്ത്ത് നമ്മൾ അഡീഷണലി കൊടുക്കേണ്ടത് ചിലപ്പോൾ നമുക്ക് ആ ബീമിൻ്റെ ലെങ്ത്തിന് പിന്നെ ഫുള്ളായിട്ട് നമുക്ക് നീളത്തിൽ ആവശ്യമായിട്ടുള്ളത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും 90 ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് 45 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രിയൊക്കെ നമുക്ക് ബെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ബെൻഡ് ചെയ്യുന്ന ആ അഡീഷണൽ ലെങ്ത്തും ഈ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, ഫോർ ബാർസ് ഓഫ് സെക്ഷൻ അതർ ദാൻ സർക്കുലർ അല്ലാതെ വരുന്ന ബാറുകൾ ഉണ്ടെങ്കിൽ ദ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഷുഡ് ബി സഫിഷ്യൻറ്റ് ടു ഡെവലപ്പ് ദ സ്ട്രെസ് ഇൻ ദ ബാർ ബൈ ബോണ്ട്. അപ്പം അവിടെയും ഇതേപോലെ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്തായിരിക്കണം, ആ പ്രോപ്പറായിട്ടുള്ള ബോണ്ട് ഡെവലപ്പ് ചെയ്യാൻ, അതായത് ആ സ്ലിപ്പ് ഔട്ട് ആവാനോ അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ട് വരാനോ അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ട് അകത്തേക്ക് തള്ളിപ്പോകാനോ ഉള്ള സാധ്യത ഒഴിവാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒഴിവാകുന്ന രീതിയിലുള്ള സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ സഫിഷ്യൻ്റ് ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇക്വേഷൻ 5 എന്ന് പറയുന്ന ടേം, അതായത് ഡയമീറ്റർ വെച്ചിട്ട് സർക്കുലർ വരുന്ന കേസിലുള്ളതാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻ കേസ് സർക്കുലർ അല്ലാതെ ഏത് ഷേപ്പിൽ വന്നാലും ഈ ഒരു കൺസെപ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഈ ടേബിൾ നോക്കാം. 26.2.1.1 ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഫോർ പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷൻ ഷാൽ ബി ആസ് ബിലോ. അപ്പോൾ പ്ലെയിൻ ബാർസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള tau BDൻ്റെ വാല്യൂസ് ആണ്. ഓക്കെ, അതായത് ഓരോ ഗ്രേഡ് കോൺക്രീറ്റിനനുസരിച്ചിട്ട് അവിടെ ആ ബോണ്ടിൽ, അതായത് അത് തമ്മിലുള്ള കോണ്ടാക്ട് സർഫസിൽ, ബാറും ആ കോൺക്രീറ്റ് തമ്മിലുള്ള കോണ്ടാക്ട് സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ബോണ്ട് സ്ട്രെസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ബാർസ് ആണ്, അതായത് മൈൽ സ്റ്റീൽ ബാർ എന്ന് നമുക്ക് പറയാം. പ്ലെയിൻ ആയിട്ടുള്ള, കൊറുഗേറ്റഡ് അല്ല, HYSD ബാർസ് അല്ല, ഡീഫോംഡ് ആയിട്ടുള്ള ബാർസ് അല്ല, പ്ലെയിൻ ആയിട്ടുള്ള ബാർസിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ M20 ഗ്രേഡ് കോൺക്രീറ്റ് വരുമ്പോൾ അവിടെയുള്ള tau BD വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 1.2 ആണ്. M25 വരുമ്പോൾ 1.4 ആണ്. M30 വരുമ്പോൾ 1.5 ആണ്. ഓക്കെ, അങ്ങനെ ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും കൺസിഡർ ചെയ്യേണ്ട tau BDൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്ലെയിൻ ബാർസിൻ്റെ കേസിലാണെന്നുള്ള മറന്നു പോകരുത്. ക്വസ്റ്റിൽ നമുക്ക് അധികവും HYSD ബാർസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ HYSD ബാർസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഫോർ deformed bars conforming to IS 1786 these values shall be increased by 60%. അപ്പം ഡിഫോംഡ് ബാർസ് വരുന്ന കേസിൽ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് 60% ഇൻക്രീസ് ചെയ്തിട്ടാണ് എടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ M20 വരികയാണെങ്കിൽ 1.2ൻ്റെ 60% എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതും കൂടി ഈ 1.2ൻ്റെ കൂടെ ആഡ് ചെയ്യും. ഓക്കെ, M25 ആണ് വരുന്നതെങ്കിൽ 1.4ൻ്റെ 60% എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് 1.4ൻ്റെ കൂടെ ആഡ് ചെയ്യും. അല്ലെങ്കിൽ സിമ്പിളാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം 60% ആണ് അഡീഷണലി കൺസിഡർ ചെയ്യേണ്ടതെങ്കിൽ 1.6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം 1.4ൻ്റെ 60% ആണ് അഡീഷണലി വരുന്നതെങ്കിൽ 1.4 × 1.6 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് HYSD ബാർസിൻ്റെ tau BD വാല്യൂ ഈ ടേബിളിൻ്റെ അകത്തുനിന്ന് എടുക്കാനായിട്ട് പറ്റും. 60% ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇൻറ്റു 1.6 ചെയ്താൽ മതി ഈ ടേബിളിലെ വാല്യൂസുമായിട്ട്. ഫോർ ബാർസ് ഇൻ കംപ്രഷൻ ദ വാല്യൂസ് ഓഫ് ബോണ്ട് സ്ട്രെസ് ഫോർ ബാർസ് ഇൻ ടെൻഷൻ ഷാൽ ബി ഇൻക്രീസ്ഡ് ബൈ 25%. അപ്പോൾ കംപ്രഷൻ വരുന്ന കേസിലാണെങ്കിൽ, അതായത് ബാറിൽ വരുന്നത് കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ആണ് വരുന്നതെങ്കിൽ ബോണ്ട് സ്ട്രെസ്, അതായത് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത് പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷൻ ആണ് അല്ലേ. കംപ്രഷനിൽ വരികയാണെങ്കിൽ ദ വാല്യൂസ് ഓഫ് ബോണ്ട് സ്ട്രെസ് ഫോർ ബാർസ് ഇൻ ടെൻഷൻ ഷാൽ ബി ഇൻക്രീസ്ഡ് ബൈ 25%. കംപ്രഷനിൽ വരുന്നതാണെങ്കിൽ ഈ ടേബിളിലുള്ള വാല്യൂ എന്ത് ചെയ്യുക, 25% കൂടി ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ HYSD ബാർസ് ആണ് വരുന്നതെങ്കിൽ
ഇവിടെ ഈ ടേബിൾ പ്രകാരമുള്ള വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി 60% ഇൻക്രീസ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും അല്ലേ. ആ വാല്യൂവിൻ്റെ കൂടെ അഡീഷണൽ 25% കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് കംപ്രഷൻ വരുന്ന കേസിൽ. ഓക്കെ, ഫോർ ബാർസ് ഇൻ കംപ്രഷൻ ദ വാല്യൂസ് ഓഫ് ബോണ്ട് സ്ട്രെസ് ഫോർ ബാർസ് ഇൻ ടെൻഷൻ ഷാൽ ബി ഇൻക്രീസ്ഡ് ബൈ 25%. ഇപ്പോൾ ടെൻഷനിൽ വരുന്ന വാല്യൂ ഇപ്പം ഇവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ ബാർ അല്ലെങ്കിൽ പ്ലെയിൻ ബാർസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് അല്ലേ. അപ്പം ഇപ്പം HYSD ആണെങ്കിൽ ആ ടേബിളിൽ വരുന്ന വാല്യൂസിൻ്റെ കൂടെ 1.6 അതായത് 60% അഡീഷണലി കൺസിഡർ ചെയ്യണം. അതേപോലെ ഇപ്പം കംപ്രഷനിൽ വരുന്ന HYSD ബാർസ് ആണെങ്കിൽ നമ്മൾ ആ 60% ഇൻക്രീസ് ചെയ്ത വാല്യൂൻ്റെ കൂടെ 25% കൂടി അഡീഷണലി കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.